ഇനിയിപ്പോൾ ചെറി ബ്ലോസം കാണാനായിട്ട് ജപ്പാൻ വരെയൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ കാണാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു മരത്തിൻ്റെ കമ്പാണ്. എന്നിട്ട് ഈ മരത്തിൻ്റെ കമ്പ് ഒരു ചട്ടിയിൽ ഉറപ്പിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ വൈസ് ആണെങ്കിൽ അതും എടുക്കാം. പിന്നെ ഇവിടെ ഞാൻ 3 മെഴുകുതിരി എടുത്തിട്ടുണ്ട്. ആ 3 മെഴുകുതിരി ഒന്ന് ഉരുക്കിയെടുക്കണം. കളറിന് വേണ്ടി ലിപ്സ്റ്റിക്കും നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ വേറെ കളറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. 2 പാത്രത്തിലിരിക്കണം തണുത്ത വെള്ളം, മറ്റേതിൽ മെഴുകുതിരി ഉരുക്കിയതുമാണ്. തണുത്ത വെള്ളത്തിന് പകരം നമുക്ക് സോപ്പ് വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ആകെ 3 വിരലാണ്. നമ്മൾ തണുത്ത വെള്ളത്തിൽ മുക്കണം. അത് കഴിഞ്ഞിട്ട് മെഴുകുതിരിയുടെ ആ വെള്ളത്തിലും മുക്കണം. എന്നിട്ട് പിന്നെയും തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ആ കമ്പിലേക്ക് ഇത് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ പൂച്ചയും വന്നിരുന്നു, ഞാനിത് എന്താ തേങ്ങ ചെയ്യണമെന്നും പറഞ്ഞ്. ഞാനാണെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇത് സിമ്പിളാണെന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തെ ഒരു ക്യൂരിയോസിറ്റിക്ക്. പക്ഷേ ഇതത്ര സിമ്പിളല്ല. അങ്ങനെ ഞാനാദ്യം 2-3 ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്ത്. പക്ഷേ അപ്പോഴത്തേക്കും മെഴുകുതിരിയുടെ ആ ഒരു ഇത് കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി പോയി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കണം. ഇതിനിടയിൽ ഞാൻ കൈ കൊള്ളാണ്ടിരിക്കാൻ ഒരുപാട് വഴി നോക്കി, പക്ഷെ ഒന്നും സെറ്റായില്ല. അങ്ങനെ ചെയ്ത് ഞാൻ ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം ഒന്ന് മാറ്റിയായിരുന്നു. തണുത്ത വെള്ളം അങ്ങോട്ട് മാറ്റി സോപ്പ് വാട്ടർ ആക്കി എടുത്തു. സോപ്പ് വാട്ടർ എടുത്തപ്പോൾ പിന്നെയും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. തണുത്ത വെള്ളം എടുത്തിട്ട് കൈ നല്ല രീതിക്ക് പൊള്ളണുണ്ടായിരുന്നു. എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും സോപ്പ് വാട്ടർ യൂസ് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് നമ്മൾ വെള്ളത്തിൽ മുക്കി സോപ്പ് വാട്ടറിൽ മുക്കി അങ്ങനെ മാറ്റി മുക്കി ഇപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ എടുത്തത് കുറച്ചും കൂടി വലിയ ഒരു കമ്പാണ്. അപ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ എന്തായാലും കുറച്ച് കൂടുതൽ സമയം എടുക്കും. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ചെറി ബ്ലോസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.